പാകിസ്ഥാനെതിരായ റാവൽപിണ്ടി ക്രിക്കറ്റ് ടെസ്റ്റിൽ ബംഗ്ലാദേശിന് 10 വിക്കറ്റിൻ്റെ ഉഗ്രൻ വിജയം. രണ്ടാം ഇന്നിംഗ്സിൽ പാകിസ്ഥാനെ 146 റൺസിന് പുറത്താക്കിയ ബംഗ്ലാദേശ് വിജയലക്ഷ്യമായ 30 റൺസ് വിക്കറ്റുകളൊന്നും നഷ്ടമില്ലാതെ അടിച്ചെടുക്കുകയായിരുന്നു. ടെസ്റ്റിൽ പാകിസ്ഥാനെതിരെ ബംഗ്ലാദേശിൻ്റെ ആദ്യ വിജയം കൂടിയായിരുന്നു ഇത്. പാകിസ്ഥാനെ സ്വന്തം നാട്ടിൽ 10 വിക്കറ്റിന് തോൽപ്പിക്കുന്ന ആദ്യ ടീമെന്ന നേട്ടവും ബംഗ്ലാദേശ് സ്വന്തമാക്കുകയുണ്ടായി. എതിരാളികൾ ഇന്നിംഗ്സ് ഡിക്ലെയർ ചെയ്ത ശേഷം ബംഗ്ലാദേശ് നേടുന്ന ആദ്യ വിജയം കൂടിയാണിത്. വിജയത്തോടെ 2 മത്സര ടെസ്റ്റ് പരമ്പരയിൽ ബംഗ്ലാദേശ് 1-0 മുന്നിലെത്തി. പാകിസ്ഥാനെ സംബന്ധിച്ച് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലേക്ക് നോക്കിയാൽ വലിയ തിരിച്ചടി തന്നെയാണ് ഈ തോൽവി. മറ്റൊന്ന്, ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ 2025 സീസണിന് മുന്നോടിയായുള്ള കൂടുമാറ്റ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. പല ടീമുകളും നായകന്മാരെയും പരിശീലകന്മാരെയും മാറ്റാൻ തയ്യാറെടുക്കുകയാണ്. മെഗാ താരലേലത്തിന് മുൻപ് തന്നെ ചില സൂപ്പർ താരങ്ങളുമായി ധാരണയിലെത്താൻ ടീമുകൾ തമ്മിൽ മത്സരിക്കുകയാണ്. ആരാധകരെ ഞെട്ടിക്കുന്ന പലതരം കൂടുമാറ്റ റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ ഇതാ നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് വമ്പൻ നീക്കത്തിന് തയ്യാറെടുക്കുകയാണ്. അവസാന സീസണിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ കപ്പിലേക്ക് എത്തിച്ച നായകൻ ശ്രേയസ് അയ്യരെ മാറ്റാൻ KKR നീക്കം നടത്തുകയാണെന്നാണ് വിവരം. ശ്രേയസ് അയ്യരെ 2020-ലെ പ്രകടനങ്ങൾ മോശവുമാണ്. നിലവിൽ ഇന്ത്യയുടെ 2020 ടീമിലും ശ്രേയസിന് ഇടമില്ല. അതുകൊണ്ട് തന്നെ ശ്രേയസിനെ തഴയാനാണ് KKR നീക്കമെന്ന് പുറത്തുവരുന്ന വിവരം. ശ്രേയസിന് പകരം സൂര്യകുമാർ യാദവിനെ മുംബൈ ഇന്ത്യൻസിൽ നിന്ന് KKRലേക്ക് എത്തിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിലൂടെ വളർന്ന സൂര്യകുമാർ യാദവ് പേരെടുക്കുന്നത് മുംബൈ ഇന്ത്യൻസിലേക്ക് എത്തിയ ശേഷമായിരുന്നു. നിലവിൽ ഇന്ത്യയുടെ 2020 നായകനാണ് സൂര്യകുമാർ യാദവ്. മുൻ KKR നായകനും ഉപദേഷ്ടാവുമായ ഗൗതം ഗംഭീറാണ് ഇന്ത്യയുടെ പരിശീലകൻ. ഗംഭീറിൻ്റെ ഇടപെടലിൽ സൂര്യയെ KKRലേക്ക് തിരിച്ചെത്തിക്കാനാണ് നീക്കം നടക്കുന്നത്. KKRൻ്റെ നായകസ്ഥാനത്തേക്കാണ് സൂര്യയെ പരിഗണിക്കുന്നത്. രോഹിത് ശർമ്മയ്ക്ക് ശേഷം മുംബൈ ഇന്ത്യൻസിനെ സൂര്യകുമാർ നയിക്കുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ തികച്ചും അപ്രതീക്ഷിതമായാണ് ഹാർദിക് പാണ്ഡ്യയെ മുംബൈ ഇന്ത്യൻസ് നായകനാക്കിയത്. ഇതോടെ സൂര്യ മുംബൈ മാനേജ്മെൻറ്റുമായി അഭിപ്രായ ഭിന്നതയിലേക്ക് എത്തിയെന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു. വരുന്ന സീസണിലും ഹാർദിക് പാണ്ഡ്യയെ നായകനാക്കി മുന്നോട്ട് പോകാനാണ് മുംബൈയുടെ പദ്ധതി. ഈ സാഹചര്യത്തിൽ നായകസ്ഥാനത്തിനായി സൂര്യ ടീം വിട്ടേക്കുമെന്നും വിവരമുണ്ട്.